ഇതിനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരോട് മറുപടി പറയാൻ നിൽക്കണ്ട. നമ്മുടെ സക്സസ് ആണ് അവർക്കുള്ളൊരു മറുപടി എന്ന് പറയുന്നത്. ഞാൻ 2025 ഇൻ്റഗ്രേറ്റഡ് MA ഇംഗ്ലീഷ് പഠിച്ച് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നേരെ തന്നെ I+ലേക്ക് ജോയിൻ ചെയ്തായിരുന്നു. നെറ്റ് എന്ന് പറഞ്ഞാൽ എന്നോട് കുറേ പേര് പറഞ്ഞു സ്വന്തമായിട്ട് പഠിച്ചാൽ കുറേ നാൾ കഴിയുമ്പോൾ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 തവണ സ്വന്തമായിട്ട് പഠിച്ച് എഴുതിയത്. പക്ഷേ അപ്പോഴൊക്കെ 102 ഇതൊക്കെ വലിയ മാർക്കാണെന്നാണ് എൻ്റെ വിചാരം. ഇങ്ങനൊരു കോച്ചിങ്ങിനെ കുറിച്ച് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല അങ്ങനെ ചെയ്യാൻ പറ്റും, ഇവിടെ എറണാകുളത്തേക്ക് വരാൻ പറ്റും എന്നൊന്നും. പക്ഷേ ഇവിടെ ചേച്ചിയുടെ ചേട്ടൻ്റെ അടുത്ത് വന്ന് അവരാണ് I+ ചൂസ് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. I+ലിട്ട് കോച്ചിങ് എടുത്ത് തന്നെ നെറ്റ് പഠിച്ച് കയറണം എന്ന് പറഞ്ഞ് അവരാണിത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് I+ലേക്ക് ജോയിൻ ചെയ്യണത്. ഈ മാത്സ് തന്നെ വെച്ച് നമ്മളൊരു അരമണിക്കൂർ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര വെപ്രാളപ്പെട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. I+ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എനിക്ക് എക്സാമിന് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മിസ്റ്റേക്കിൽ നിന്നാണ് കൂടുതലും ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇപ്പം ആദ്യം തന്നെ നല്ല മടി ഉണ്ടായിരുന്നു. ആ മടി പിടിച്ചിരുന്നത് ഒരിക്കലും നമ്മുടെ ഡ്രീമിലേക്ക് എത്തിച്ചേരില്ല എന്നൊരു ബോധം നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്യില്ലേ, അങ്ങനെ ഞാൻ റിയലൈസ് ചെയ്യുന്ന കുറച്ച് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും കിട്ടിയ ഒരു സപ്പോർട്ട്, I+ന്റെ ടീച്ചേഴ്സിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട്, ഇതൊക്കെ വലിയതായിരുന്നു. നമ്മുടെ ക്യാപ്പബിലിറ്റി നമുക്കേ അറിയത്തുള്ളൂ, അത് ചുറ്റുമുള്ളവർക്ക് അറിയത്തില്ല നമുക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമെന്ന്. സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡി നടത്തി പഠിക്കാൻ പറ്റും എന്ന് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോവാം. അല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. പഠിക്കുന്ന കുട്ടികളോട് പറയുന്നത് നമ്മളുടേതായിട്ടുള്ള നമുക്കൊരു വിജയത്തിലേക്ക് എത്തേണ്ട ഒരു മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിലൊരു വിശ്വാസം കൊടുക്കുക, അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം കൊടുക്കുക. നിങ്ങൾ എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരോട് മറുപടി പറയാൻ നിൽക്കണ്ട. നമ്മുടെ സക്സസ് ആണ് അവർക്കുള്ളൊരു മറുപടി എന്ന് പറയുന്നത്.